ഗായ്സ്, വെൽക്കം ടു പുതിയൊരു വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 10 minutes വിത്ത് താരു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്റെ കോലം കണ്ടാലും പേടിക്കണ്ട, ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ ആണെങ്കിൽ കുട്ടിയുടെ അച്ഛൻ ഇന്ന് ഇവിടെ ഇല്ല. കുട്ടിയുടെ അച്ഛൻ മീ ടൈം എന്ന് പറഞ്ഞിട്ടൊരു പോക്ക് പോയിട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ താരുമായിട്ട് സ്റ്റക്കാണ് ഇവിടെ. അപ്പൊ നമുക്ക് താരുവിന്റെ കൂടെ നമുക്ക് ആഘോഷിക്കാം. 10 മിനിറ്റാണ് താരുവിൻ്റെ കൂടെയുള്ള 10 മിനിറ്റുകൾ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഞാൻ മൈക്ക് വെച്ചിട്ടില്ല. ഞാൻ മാക്സിമം സൗണ്ടിൽ ഞാൻ സംസാരിക്കാം. മൈക്ക് എടുക്കാൻ ഞാനൊരു പോക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടിൽ ചെയ്തെടുത്ത് ചാടിക്കളയും. അതെ, നമ്മൾ ചെയ്യുന്നത് 10 minutes വിത്ത് താരു. അപ്പം എന്തായി നിങ്ങളുടെയൊക്കെ ഓണപരിപാടികളൊക്കെ എവിടം വരെയൊക്കെ ആയി? ഞങ്ങളുടെ ഓണപരിപാടികളൊന്നും ആയിട്ടില്ല. 10 minutes വിത്ത് താരു. ഇത് അതിസാഹസികമായിട്ട് ആ ഒരു കട്ടിലിൽ നിന്ന് ചാടി ഇറങ്ങിയിരിക്കുന്നു. വലിയ ചക്കനായി പോയി. എടുക്കുന്നു, എറിയുന്നു, എടുക്കുന്നു, എറിയുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു. ഞങ്ങളുടെ ഓണമൊക്കെ ഒന്നും ആയില്ല. എന്താ ചെയ്യേണ്ടത്? ഒരു എവിടെ തുടങ്ങുക? ഒന്നാമത് ഈ വീട് എങ്ങനെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഈ വീട് വൃത്തിയാകുന്നില്ല. അത് എന്താണെന്ത്? ഓണക്കോടിയൊക്കെ എടുത്ത് ഓണക്കോടി ഞങ്ങൾ നമ്മുടെ ഇവിടെ പോയി എടുത്ത് ജയലക്ഷ്മി പോയി എടുത്ത് അവസാനം ബില്ല് കണ്ട് കണ്ണ് തള്ളി. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ബില്ലായിരുന്നു അന്ന്. എന്നാൽ അധികം ഒരുപാട് പേർക്ക് അങ്ങനെ എടുക്കാനില്ല. അഖിലിൻ്റെ അച്ഛനമ്മ, എൻ്റെ അച്ഛനമ്മ, ഇവൻ, ഞാൻ, അക്കി, ഇത്രയും പേർക്കുള്ളൂ. എന്നാലും ഇച്ചിരി പൈസയായി പോട്ട്. ഓണമല്ലേ. പിന്നെ ബാക്കി ഞങ്ങളുടെ ഫുഡിങ് ഓണത്തിന് ഞങ്ങൾ ഇവിടെ എന്തായാലും സദ്യവും പരിപാടിയൊന്നുമില്ല. ഞങ്ങളിങ്ങനെ നടക്കുകയായിരിക്കും. ഓണത്തിൻ്റെ തലേന്ന് എൻ്റെ വീട്ടിലായിരിക്കും, ഓണത്തിൻ്റെ അന്ന് ട്രിവാൻഡ്രം പോവും. സോ അങ്ങനെയാണ് ഞങ്ങളുടെ ഇക്കൊല്ലത്തെ ഓണം. ഞാൻ ഈ ഗ്യാപ്പിൽ ഞാൻ മൈക്ക് എടുത്തിട്ട് വരാം, അതായിരിക്കും നല്ലത്. പണ്ടത്തെ ഒരു വൈബ് കിട്ടണില്ല. വയസ്സായതുകൊണ്ടാണോ എന്തോ, വയസ്സായി എന്നൊരു തോന്നലും ഉണ്ട് ഇപ്പം. എന്താ എനിക്കറിയാം. ഓ, താങ്ക് യു താങ്ക് യു താങ്ക് യു തന്ന്. താരുകുറ്റ സുന്ദരനാണേ. ഇവൻ്റെ കൂടെ ഇപ്പോൾ ഇങ്ങനെ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരാറില്ല. അച്ഛനമ്മയൊക്കെ അടുത്തുള്ളത് കൊണ്ട് ഇപ്പം അകലില്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്തേക്ക് പോവും കുറച്ച് നേരം. പിന്നെ ഇപ്പം അവരും ഇല്ല, അവരൊരു സ്ഥലത്ത് പോയേക്കാണ്. അങ്ങനെ ഇപ്പം ഞാൻ ഒരു 11 മണി 11 മണി തുടങ്ങി ഐ എം മാനേജിങ് താരു. മാനേജ് ചെയ്യാൻ ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഇരിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പണ്ട് തീരെ ചെറുതായിരുന്നപ്പോൾ പാടായിരുന്നു. നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡിങ് തന്നെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ കരയുമല്ലോ. വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇവർക്ക് അറിയില്ലല്ലോ. നിന്നെ എടുത്തോണ്ട് നടക്കാന്നുള്ള കളി. ഇപ്പം ഇവരുടേതായ എന്തെങ്കിലും കളികളിലൊക്കെ ഇവരിരുന്നോളും. നമുക്കങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓണത്തിൻ്റെ ഓർമ്മകളെന്ന് പറയുമ്പോൾ വലിയ രസമൊന്നും ഇല്ല. ഇത്തവണത്തെ ഓണം അങ്ങനെ ഓണം ആയിരുന്നൊന്നും തോന്നില്ല. അമ്മയൊക്കെ ആ വീട്ടിൽ പൂക്കളമൊക്കെ ഇടുന്നുണ്ട്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ഓണം ഫീല് കിട്ടുന്നത്. ഇവിടെ എൻ്റെ പിന്നെ നടക്കുമ്പോൾ ഓണം ഫീല് എവിടെ നിന്ന് കിട്ടാൻ? ഓണം ഫീല് ഇത് മറിച്ചിടരുതിട്ടാ. ഈ സ്റ്റാൻഡ് മറിച്ചിടരുത്. അവിടെ നിന്ന് നീങ്ങ് ബാ. ഇന്ന് ഇതൊക്കെ താരൂറ്റി ഇതേക്ക് അതുപോലത്തെ വേറെ. അത് പച്ചയല്ലേ, മഞ്ഞ വേണോ അതിൻ്റെ? അതും പറഞ്ഞുകൊണ്ട് സ്റ്റാൻഡ് വലിക്കണ എന്തിനാണ്? ഇങ്ങനെയൊക്കെ ഇരുന്നാൽ നല്ലതായിരുന്നു. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നായിരിക്കും ചിലപ്പോൾ വയലൻ്റ് ആകുന്നത്. പ്ലേ പെന്നിൽ ഇരുന്ന് കുറേ നേരം കളിച്ച് അതിനല്ലേ ആ കൂട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവൻ ഇരിക്കണമെങ്കിൽ നമ്മളും കൂടെ അതിലിരുന്നാലേ അവൻ അതിലിരിക്കുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആക്കിയിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും പണിയൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ഞാനപ്പോൾ എന്ത് ചെയ്യും? ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങും. ഈ ചെറുക്കൻ അതിലിരിക്കും.
കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ എന്താ കുഴപ്പം കിടന്ന് കരയും. ഞാനിപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണിത്. ആൻഡ് ഞാൻ ഓണം സീസൺ ആയപ്പോൾ ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓണപരിപാടികളാണല്ലോ. അപ്പം ഇങ്ങനെ പഴയ കോളേജും ഇതൊക്കെ മിസ് ചെയ്യണ്. ഞങ്ങൾക്ക് ആകെയുള്ള ഓണം ജിമ്മിലെ ഓണം മാത്രമാണ്, അല്ലാണ്ട് വേറൊരു ഓണമൊന്നുമില്ല. അല്ലെങ്കിൽ ജോലിക്ക് പോയിരുന്നെങ്കിൽ ഓഫീസിൽ ഓണം ഉണ്ടായിരുന്നേനെ. ഇപ്പം ജോലിക്കും ഇല്ലാത്തതുകൊണ്ട് ആകെ ഒരു ജിം ഓണം ഉണ്ട്. ആകെ ഒരു ജിം ഓണം മാത്രമേ ഉള്ളൂ. കണ്ട അവൻ്റെ സ്വഭാവം പറഞ്ഞണ്ട ചവിട്ടിയുടെ അവർ ചവിട്ടി അയച്ചോ ഇച്ചിച്ചോ. കാണിച്ചോ, എന്ത് വേണേലും കാണിച്ചോ, എനിക്ക് ഇത്തിരി തൊയിലും കിട്ടിയാൽ മതി. എനിക്ക് എല്ലാം കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഒരു പ്രശ്നമുള്ളത് ബാത്റൂമിൽ പോകാൻ പറ്റില്ല. അതാണൊരു പ്രശ്നമുള്ളത്. ബാക്കിയൊക്കെ പിന്നെ പോട്ടെ നോക്കാം. മറ്റേ പ്ലേപ്പൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഇപ്പോൾ ഈ ഇങ്ങനെ എല്ലാവരും കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ, ഈ പ്ലേപ്പൻ്റെ ലിങ്ക് വാങ്ങിക്കാനായിരിക്കും. എനിക്കിത് കൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര യൂസ് എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ അതിലിരുന്ന് കളിക്കുമായിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നാൽ കരച്ചിലാണ് നമ്മളെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിരുന്നാൽ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക, അല്ലെങ്കിൽ കരച്ചിലാണ്. അപ്പോൾ പ്ലേ പെൻ വാങ്ങിക്കുക. കാരണം ഇത് ഇത്തിരി സൈസുള്ള പ്ലേ പെന്നാണ്. ഇതിന് 3000+ എന്തോ റേറ്റ് ഉണ്ട്. നമ്മൾ വലിയ പ്രതീക്ഷയോടെ വാങ്ങിച്ചൊരു സാധനമാണ്. ഇതുപോലെ തന്നെ പ്രതീക്ഷയോടെ വാങ്ങിച്ച ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം വൻ പരാജയമായിരുന്നു. കുറച്ചെങ്കിലും ഇവന് വാങ്ങിച്ചതിൽ കുറച്ചൊക്കെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഷ്വാക്കർ, ഇത് അതിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഞെക്കിന്നോണ്ടിയൊക്കെ ഇരുന്നോളും. പക്ഷെ പുഷ് ചെയ്ത് നടക്കൽ വലിയ താല്പര്യമില്ല ആൾക്ക്. പിന്നെ അടുത്തത് ഈ ഹൈ ചെയർ. മിണ്ടാണ്ടിരിക്കുന്ന സാധനമേ, ദേഷ്യം വരൂട്ടെ എനിക്ക്. ഇതെല്ലാം പറഞ്ഞോണ്ടിരിക്കും. പിന്നെ ഇത് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഫുഡ് കൊടുക്കാനൊക്കെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണേൽ അങ്ങനെ വലിയ യൂസ്ഫുൾ ഈ ടോയ്സ് ഒന്നും അവൻ തിരിഞ്ഞു പോലും നോക്കാറില്ല. ഈ കിടക്കുന്നതൊക്കെ ആകെ. പിന്നെയും കുറച്ച് അവന് താല്പര്യമുള്ളൊരു ടോയ് എന്ന് പറയണത് ഇതൊരു 5 മിനിറ്റ് കൊണ്ടു കിടക്കും. ഇതിലിങ്ങനെ ഒരു പാട്ടേ വരും, ഇതിനൊരു പുകയും വരും. അതിപ്പില്ല, പുകയൊക്കെ എൻ്റെ പുക അവൻ കണ്ട് പുക എടുത്തവൻ. ഈ ടോയാണ്. പിന്നെ ഈ സോഫ്റ്റ് ടോയ്സ് ഒന്നും അവൻ തൊടാറില്ല. പിന്നെ ഉള്ളത് ആ ചെണ്ടയാണ്. പിന്നെ വാങ്ങിച്ച സാധനങ്ങളുടെ അവസ്ഥ. പിന്നെ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോയ് എന്ന് പറയുന്നത് ഇതായി എൻ്റെ ട്രൈപ്പോഡാണ്. 2 ട്രൈപ്പോഡ് ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാണിച്ച് എൻ്റെ കാലുടിച്ച്. മോനായി പോയില്ലേ, പിന്നെ പറയാൻ പറ്റുമോ. അവന് കൂടുതലും പിന്നെ നമ്മുടെ ഫോണ്, ക്യാമറ, വീഡിയോ ഉപകരണങ്ങളുണ്ടല്ലോ, അതിനോടൊക്കെയാണ് താല്പര്യം. പിന്നെ അല്ലെങ്കിൽ പിന്നെ അടുക്കളയിലുള്ള പാത്രങ്ങൾ, ചപ്പാത്തി പലക, ചപ്പാത്തിക്കോല് ഇപ്പോഴും ഇട്ടിട്ടില്ല, അവിടെ തന്നെ ഇരിക്കുകയെന്ന് വെച്ചാൽ. എന്ത് ചെയ്യണ താരു, എന്ത് ചെയ്യണ? പൊളിച്ചെടുക്കണാടാ വീട്. അടക്കിക്കാൻ പോകും. ഒന്ന് പൊളിച്ചെടുത്തോ. പൊന്നിന് പൊളിക്കാനല്ലേ വീടല്ല, എൻ്റെ ദൈവമേ വാടക വീടാണ്. പൊളിക്കണ്ടാട്ടാ. അയ്യോ. അപ്പോൾ ഞാൻ വെറുതെ ഇരുന്നപ്പോഴേ എനിക്ക് ബോറടിച്ചത്. അപ്പോൾ ഞാൻ ചുമ്മാ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ ചെയ്തൊരു വീഡിയോ ആണ്. ഞങ്ങൾക്ക് ജിമ്മിലെ ഓണം. എനിക്ക് ജിമ്മിലെ ഓണത്തിൻ്റെ ഒരു വ്ളോഗ് മാക്സിമം ഞാൻ എടുക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് 26-ാം തീയതി അല്ലേ തിരുവോണം. അപ്പോൾ 25-ാം തീയതി എൻ്റെ വീട്ടിലുണ്ടിട്ട് 26-ാം തീയതി അക്കിയുടെ വീട്ടിൽ പോയി ഉണ്ണണം. ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുട്ടിയുടെ ബർത്ത്ഡേ അവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് വരിക.
അത് അതൊക്കെ എടുത്ത് തിരിച്ച് അവിടെ തന്നെ വെച്ചോ, അല്ലെങ്കിൽ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ബാഡ് ബോയ്, ഇങ്ങനെ ബാഡ് ബോയ്സ് ഉണ്ടാ, ഇങ്ങനെ ബാഡ് ബോയ്സ്. തരുട്ടി നോ എന്ന് പറഞ്ഞാൽ നോ എന്നാണേ. തരുട്ടി അങ്ങനെ ചെയ്തുകൂടാ കേട്ടാ. ഗുഡ് ബോയ്, താരുട്ടി ഗുഡ് ബോയ് ആണെന്നാണ് അമ്മ എല്ലാവരോടും പറയണേ. തിരിച്ച് വെക്കണം എന്നുണ്ട് കൊച്ചിന്, പക്ഷെ അത് വെച്ചോടി, അങ്ങനെ വെക്ക്. അമ്മ വെച്ച് തരട്ടെ, കൊച്ചിന് പറ്റാഞ്ഞിട്ടാണ്. നിങ്ങളാരും കൊച്ചിനൊന്നും പറയല്ലേ ഏട്ടാ. കളിക്കണ നീ? അയ്യേ നോ, ഇച്ചിച്ചാണ്. അതൊക്കെ നമ്മൾ ഭയങ്കര കാര്യമായിരിക്കും. ഇവരെ കൊണ്ട് ഇച്ചിച്ചുകളൊന്നും നമ്മളങ്ങനെ തൊടൂല. പിന്നെ നമുക്കൊരു തൊയിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തോ ചെയ്യുന്നുള്ളൊരു മൈൻഡായിരിക്കും. അതിൽ നിന്ന് എടുക്കടാ, അതിലുള്ളതും കൂടെ താഴെ ഇട്. എവിടെ നിന്റെ തന്ത? വരാൻ പറ അങ്ങേരോട്, എനിക്ക് 10 പറയാനുണ്ട്. അതെടുക്കണം എന്തിനാണ്? അത് എൻ്റെ അമ്മേ, ഞാൻ പല എന്നിട്ടാണ് അമ്മമാരുടെ അടുത്ത് ഞാനൊരു സർവേ നടത്തിയപ്പോൾ ഇത് ഇനിയും ഇതിലും വേഴ്സ് ആവുമെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഞാൻ മനസ്സുകൊണ്ട് സജ്ജായിട്ടുണ്ട്. ശരീരം കൊണ്ട് അത്ര സജ്ജായിട്ടില്ല. ഭയങ്കര ജിമ്മിലൊക്കെ പോകണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു റിക്കവറി ഇപ്പോഴും ആയിട്ടില്ല. അല്ല, ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എടുക്കരുതിട്ടാ തരൂ, ഇനി എടുക്കരുതിട്ടാ. ഇതൊക്കെ എൻ്റെ ഷൂ കളക്ഷനാണേ. അങ്ങനെ വലിയ കളക്ഷൻ എന്ന് പറയാനൊന്നുമില്ല. ഹായ്, ഹായ് പറഞ്ഞേ. ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്. എവിടെ പോകുന്ന? അടുത്തെങ്ങോട്ടാ? അത് ചെയ്യണം, അത് തൊട്ടുണ്ട്. കുറച്ചിങ്ങനെ വെകളിത്തരം കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരും. അത് കഴിഞ്ഞ് പിന്നെയും പോകും. ഇവരെ ഭയങ്കര എക്സ്പ്ലോറിങ് ആണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങി ഇരിക്കില്ല. താരുട്ടിക്ക് ഇങ്ങനെ നടക്കണം. ഇന്നാള് വീണതല്ലേ അത് വലിച്ചിട്ട്. നല്ല ഉറക്കം മഞ്ഞുണ്ട്. ഞാൻ ആ പ്ലേപ്പൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ചെറുക്കനെ വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ എടുത്ത്, ഇവൻ്റെ കൈ ഇപ്പം അത്യാവശ്യം എല്ലായിടത്തോട്ട് എത്തും. ഇവൻ ഇച്ചിരി ഹൈറ്റ് ഉണ്ട്. ഇവനൊരു ഹൈറ്റ് ഫാമിലിയിൽ ജനിച്ചുകൊണ്ടായിരിക്കണം, കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവന് എത്തിച്ചൊക്കെ എടുക്കാം. ഈ ടേബിളിൻ്റെ മേലേക്കൊക്കെ കൈയൊക്കെ എത്തിച്ചൊക്കെ എടുക്കും ഓരോ സാധനങ്ങൾ. അതുകൊണ്ട് ഇവനെ നമ്പ മുടിയാത്. അടാ അത് ചിച്ചി തരൂ. ഗുഡ് ബോയ് ആണ് കേട്ടാ. പാട്ടം ഹെയർ ഫോള് ഇപ്പോൾ എന്നെ വല്ലാതെ അലട്ടുന്ന ഒരു സംഭവമാണ്. അതിനെന്തെങ്കിലും റെമഡി ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞതായോ? PRP വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഡെലിവറിക്ക് മുമ്പാണ്. പക്ഷേ മുടി പോകൽ ലൈക്ക് ഹെല്ല്. ഒരു മഴയില്ലാണ്ടാണ് മുടി പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ തന്നെ കഷണ്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ഏരിയയൊക്കെ സങ്കടം വരും പറഞ്ഞാൽ. എനിക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് നല്ലോണം മുടി വന്നു. അപ്പം ഞാൻ എന്തുമാത്രം സന്തോഷിച്ചിരുന്നറിയോ? ഇപ്പം ഒക്കെ കൂടെ അതിൻ്റെ ഇരട്ടിയായിട്ട് പോണ്. അതിനി എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്കറിയില്ല അത്ര തന്നെ. കാരണം PRP ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ PRP ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഹൈ ലെവലിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹെയർ മുടിക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക?
എന്നിട്ട് ചവക്കണേ ഇഷ്ടപ്പെട്ടില്ല പോയാ. വീട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇവൻ അത്യാവശ്യം അവിടെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് എന്താ വെച്ചാൽ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അമ്പലം, അമ്പലപ്പറമ്പ്, അവിടെ പശുക്കൾ, അത് കൊക്ക് ഒക്കെ വന്നിരുന്നു ഇവന് കാണാൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങളിപ്പോൾ റെൻറ്റിന് താമസിക്കുന്നിടത്ത് അങ്ങനെ വലിയ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനുള്ള സാധനങ്ങളില്ല. ഇവനെ കൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് വെച്ചാൽ തന്നെ റോഡാണ് ഫ്രണ്ടിൽ. ആ തല്ലിപ്പൊളിക്കിനി തല്ലിപ്പൊളിക്ക്. ആ സൂപ്പർ. അക്രമം കഴിയുമ്പോൾ ഉടനെ അടുത്ത അക്രമമാണ് വിത്തൗട്ട് എനി റെസ്റ്റ്. ദാറ്റ്സ് താരു. ഈസ് സച്ച് എ ക്യൂട്ട് ബോയ്. ഞാൻ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ഞാൻ നിർത്തുകയാണ്, കാരണം അല്ലെങ്കിൽ ഇവനെ ഓരോന്നായിട്ട് വലിച്ച് ഇട്ട് പ്രശ്നമാക്കും. ഒരു 10 minutes വിത്ത് താരു സ്പെൻഡ് ചെയ്തത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ നിർത്തുകയാണ്, അല്ലെങ്കിൽ അവൻ ആ കണ്ണാടി തല്ലിപ്പൊളിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ജിമ്മിലെ ഓണം വീഡിയോ. ഓക്കെ ബൈ.